ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഗോൾ നേടിയ ശേഷം തോക്ക് ചൂണ്ടുന്ന രീതിയിൽ ഗൺ സെലിബ്രേഷൻ നടത്തിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി ഇറാൻ താരം മുഹമ്മദ് മൊഹാബി താൻ നടത്തിയ ആംഗ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ മറ്റു ഉദ്ദേശങ്ങളോ ഇല്ലെന്നും അതൊരു സാധാരണ ഗോളാഘോഷം മാത്രമായിരുന്നുവെന്നുമാണ് താരം വ്യക്തമാക്കിയത്. ലോകകപ്പിലെ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ലോസ് ആഞ്ചലസിലെ സോഫി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഇറാനും ന്യൂസിലാൻഡും തമ്മിലുള്ള ആവേശകരമായ മത്സരം നടന്നത്. മത്സരത്തിൻ്റെ 63-ാം മിനിറ്റിൽ മുഹമ്മദ് മൊഹാബി ഇറാന് വേണ്ടി സമനില ഗോൾ അഥവാ 2-2 ഗോൾ നേടി. ഗോൾ അടിച്ചതിന് പിന്നാലെ ആരാധകർക്ക് നേരെ വിരലുകൾ കൊണ്ട് തോക്കിൻ്റെ ആകൃതി കാണിച്ച് വെടിയുതിർക്കുന്നത് പോലെ മൊഹാബി ആഘോഷിക്കുകയായിരുന്നു. അമേരിക്കയിലെ തോക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇറാൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ ഈ ആഘോഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്തു. താരം കാണികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഫിഫ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി. മത്സരത്തിന് ശേഷമുള്ള അഭിമുഖത്തിൽ മൊഹാബി ഈ വിവാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു. അതൊരു ഗോളാഘോഷം മാത്രമാണെന്നും അത് ആരാധകർക്ക് വേണ്ടി ചെയ്തതാണെന്നുമാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. ആദ്യമായി ലോസ് ആഞ്ചലസിൽ ഞങ്ങളെ പിന്തുണക്കാനെത്തിയ എല്ലാ ഇറാനിയൻ ആരാധകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അവർ സ്റ്റേഡിയത്തിൽ മികച്ചൊരു അന്തരീക്ഷമാണ് ഒരുക്കിയത്. ആ ഗോളാഘോഷം ആ നിമിഷത്തിൽ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒന്നായിരുന്നു. ഞാൻ കൈകൾ കൊണ്ട് അങ്ങനെ കാണിച്ചു. അത് സ്റ്റേഡിയത്തിലുള്ള എല്ലാ ആരാധകർക്കും വേണ്ടിയായിരുന്നു. അതൊരു സാധാരണ ഗോളാഘോഷം മാത്രമാണ്, അതിൽ കൂടുതൽ പറയാൻ ഒന്നുമില്ല എന്നായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ഫിഫ ഇതുവരെ ഔദ്യോഗികമായ അന്വേഷണമോ നടപടികളോ പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കളിക്കളത്തിൽ കാണിച്ചാൽ ഫിഫ വിലക്കോ പിഴയോ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ മൊഹാബിയുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമുള്ള പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ. Way2Nikah.com, the exclusive Muslim matrimonial site.